എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. പരിവാഹൻ വെബ്സൈറ്റിൽ ഒട്ടനവധി അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഓണർഷിപ്പ് മാറുന്നതിലുൾപ്പെടെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ വെബ്സൈറ്റ് ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ വെബ്സൈറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പല കമ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചാണ് ഓരോ വിഭാഗവും കാണിച്ചിരിക്കുന്നത്. ഇവയൊക്കെ എന്താണെന്ന് പരിശോധിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ. വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ സാരഥി പോർട്ടലിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക്. പക്ഷേ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസിലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നേരത്തെ കാണുന്ന അപ്പിയറൻസിൽ നിന്നും വളരെ മാറ്റങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ വണ്ടിയുടെ നമ്പർ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയാൽ ഈ ഒരു പോപ്പപ്പ് വിൻഡോയിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കോൺടാക്റ്റ്ലെസ് EKYC സർവീസിൽ കുറേ കൂടി സർവീസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഓട്ടോ അപ്രൂവൽ കാറ്റഗറിയിൽ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷനും വന്നിട്ടുള്ളതായിട്ട് കാണാം. പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയാൽ ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിൽ RC റിലേറ്റഡ് സർവീസിലാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കുകളും അതേപോലെ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷനും ഉൾപ്പെടെയുള്ള ലിങ്കുകൾ വന്നിരിക്കുന്നതെന്ന് കാണാം. മാത്രവുമല്ല റിന്യൂവൽ ഓഫ് RCയും ചേഞ്ച് ഓഫ് അഡ്രസ് ഇൻ RC ഉൾപ്പെടെയുള്ള RC ക്യാൻസലേഷൻ ഉൾപ്പെടെയുള്ള ലിങ്കുകളൊക്കെ RC റിലേറ്റഡ് സർവീസിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇടത് സൈഡിലുള്ള ടാബുകളിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ടാക്സ് ഫീ സർവീസിൽ പേ യുവർ ടാക്സ്. നമ്മൾ ഓൺലൈനായി ടാക്സ് അടയ്ക്കുന്നത് ഈ ഒരു ലിങ്ക് വഴിയാക്കിയിട്ടുണ്ട്. എന്നാൽ അതിന് തൊട്ട് താഴെയുള്ള വെഹിക്കിൾ റിലേറ്റഡ് സർവീസിലാണ് നമുക്ക് റിന്യൂവൽ ഓഫ് ഫിറ്റ്നസ്സിനൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതും മറ്റ് ലിങ്കുകൾ കൊടുത്തിട്ടുള്ളതും. തൊട്ട് താഴെയുള്ള അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റിലാണ് RC പർട്ടിക്കുലേഴ്സും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുമൊക്കെ അപേക്ഷിക്കാനുള്ള ലിങ്ക് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന അഡീഷണൽ സർവീസിലാണ് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ യൂസിങ് ആധാർ OTP ഉപയോഗിച്ച് നമ്മൾക്ക് RCയിലെ ഓണറുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വിഡ്രോവൽ ഓഫ് ആപ്ലിക്കേഷൻ, അപ്ഡേറ്റ് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ അപ്രൂവൽ വിൽ ബി ഡൺ അറ്റ് RTO. അതായത് ഓൺലൈനായിട്ട് ലിങ്ക് ചെയ്യാൻ കഴിയാത്ത മൊബൈൽ നമ്പർ RTOയിൽ സമർപ്പിക്കാനുള്ള ലിങ്ക് ഇവിടെയുണ്ട്. അതുപോലെ ഇ-സൈൻ ബൈ സെല്ലർ എന്ന ഒരു പുതിയ ലിങ്ക് കൂടി വന്നിട്ടുണ്ട്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ സമയത്ത് സെല്ലറുടെ ഇ-സൈൻ രേഖപ്പെടുത്തി ട്രാൻസ്ഫർ ചെയ്യുവാനുള്ളൊരു ലിങ്കാണിതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നമുക്ക് മുകളിലായിട്ട് കുറേയധികം ലിങ്കുകളുണ്ട്. അത് നേരത്തേതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും അതിൽ വന്നിട്ടില്ല. അപ്പോയിൻമെൻറ്റിൽ നമുക്ക് ബുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുവാനുള്ള ലിങ്കുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതർ സർവീസിലാണ് ഓൺലൈൻ പെർമിറ്റ് എടുക്കാനുള്ള ലിങ്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സിലാണ് നമുക്ക് RC ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുണ്ട്. ടാക്സ് ലൈസൻസ്, പ്രിൻ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ലിങ്കുകളൊക്കെ ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് വലത് സൈഡിൽ സ്റ്റാറ്റസും കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും വലിയ മാറ്റങ്ങൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ടാബുകളിൽ വന്നിട്ടില്ല. പക്ഷേ കാര്യമായൊരു വ്യത്യാസം വന്നിരിക്കുന്നത് നമുക്കിവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഉള്ളതും. ഇതിനായിട്ട് നമ്മളിവിടെ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലറിൻ്റെയാണ് ആദ്യം കൊടുക്കേണ്ടത്. തുടർന്ന് നമ്മൾ പഴയതുപോലെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചേസിസ് നമ്പറിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റ് കൊടുക്കുന്നതിനോടൊപ്പം ഒന്നുകിൽ വാലിഡ് ഇൻഷുറൻസ് അപ് ടു എന്നുവരെ ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഡേറ്റ് അവിടെ കൊടുക്കണം. അതല്ലെങ്കിൽ PUCC അപ്ഡേറ്റ്, അതായത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ എന്നുവരെ കാലാവധി ഉണ്ട് എന്നുള്ള ഡേറ്റ് കൊടുക്കണം. ഇവിടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പക്ഷേ ഇൻഷുറൻസിൻ്റെ കാലാവധി എന്നുവരെ ഉണ്ട് എന്ന് കൊടുത്താൽ ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനർത്ഥം നമുക്ക് വാലിഡായിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുവാൻ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ഇതിന് കുറച്ചുകൂടി പ്രാധാന്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. നേരത്തെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് വളരെ തുച്ഛമായ പൈസ കൊടുത്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും അത് അനുവദിക്കാത്തതെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇൻഷുറൻസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്ത് വെരിഫൈഡ് ഡീറ്റെയിൽസ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ സാധിച്ചു. ഇവിടെ നമുക്ക് കാണാം യൂസിങ് മൊബൈൽ OTP എന്നും അതേപോലെ തന്നെ യൂസിങ് CIN നമ്പർ അല്ലെങ്കിൽ CIN നെയിം, ഇങ്ങനെ 2 ലിങ്കുകളാണുള്ളത്. യൂസിങ് CIN നമ്പറിൻ്റെ സ്ഥാനത്ത് നേരത്തെ ഉള്ളത് യൂസിങ് ആധാർ OTP ആയിരുന്നു. അതിപ്പോൾ എടുത്ത് മാറ്റിയിരിക്കുകയാണ്.
പക്ഷേ ഇവിടെ സാധാരണ വാഹനങ്ങൾക്ക് യൂസിങ് CIN നമ്പരോ CIN നെയിമോ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. CIN നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റ് വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ലിങ്കാണെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്കിവിടെ ഇപ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് യൂസിങ് മൊബൈൽ OTP ആണ്. CIN എന്നാൽ കോർപ്പറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് കാര്യങ്ങളൊന്നും RTO ഓഫീസുകളിൽ നിന്ന് അറിയാൻ സാധിച്ചില്ല. കോർപ്പറേറ്റ് വാഹനങ്ങൾക്കുള്ള ലിങ്കാണതെന്ന് ആണ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ യൂസിങ് മൊബൈൽ OTP ഉപയോഗിച്ച് ചെയ്യാം. കാരണം ഈ മൊബൈൽ OTP ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈലാണ് ഇവിടെ വരുന്നത്. നമുക്ക് ആദ്യം RC ഓണറുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടുന്നതുകൊണ്ട് അങ്ങനെ ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സൈറ്റിൽ അപ്ഡേഷൻ പൂർത്തിയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതുമായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.